അപ്പം ഗൈസ്, ഏറെ കാലത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യാന്നുള്ളത്. എപ്പം നോക്കിയാലും സീറ്റ്സും കാര്യങ്ങളെല്ലാം ഫുള്ളായിരിക്കും. ഇപ്പോഴാണ് അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കി അത് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ട ടിക്കറ്റ്സ് എന്നെല്ലാം അറിയണമെങ്കിൽ കമൻസ് ആയിട്ട് ഇട്ടേക്ക്. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് കണ്ണൂർ തൊട്ട് എറണാകുളം വരെയുള്ള ട്രെയിനിലാണ്. ട്രെയിനിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:30 കണ്ണൂരിൽ നിന്നിട്ടാണ് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടിക്കറ്റിന് ഒരാൾക്ക് വന്നിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 1600 ആണ്. 100 റുപ്പീസ് ഫുഡും. ഇതാണ് അവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ടിക്കറ്റ് വന്ദേ ഭാരതിലുള്ള. ഈ സീറ്റ്സിന് കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, നല്ല ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 180 ഡിഗ്രി തിരിക്കുകയും ചെയ്യാണ്ട് വ്യൂ ഒക്കെ കണ്ടിട്ട് നന്നായിട്ടിരിക്കാം. വളരെ നല്ലൊരു ക്യാബിനായിരുന്നു എന്ന് പറയേണ്ടി വരും. ഒരു ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചതേ അല്ല. സത്യം പറഞ്ഞാൽ ട്രെയിൻ ജേണി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലോട്ടേക്ക് ഈ ഒരു വന്ദേ ഭാരതിൻ്റെ ഈ ഒരു ജേണി നമ്മൾ എത്തിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പോൾ കയറി ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഒരു സ്നാക്ക് ബോക്സ്, വൈകുന്നേരം ആയതുകൊണ്ട് ഒരു സ്നാക്ക് ബോക്സ് വിത്ത് ഒരു ടീ തന്നിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഓരോ ഐറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരുന്നു. അതിലൊരു ചിപ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു അലുവ ഉണ്ടായിരുന്നു, അതുപോലെ ഒരു നട്ട് മിക്സ് ഉണ്ടായിരുന്നു. ആകെ ചൊക്കോ ലൊട്ടോപ്പായി മാത്രം ഒരു അത്ര ഹെൽത്തി അല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലൊരു സാധനം അല്ലാത്ത സംഭവമായിരുന്നു. ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കമ്പനീസിൻ്റെ സാധനം തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വാഷ്റൂം ആയിക്കോട്ടെ, നല്ല നീറ്റായിട്ടുള്ള വാഷ്റൂമായിരുന്നു. അതുപോലെ സ്നാക്കിൻ്റെ കാര്യത്തിൽ എന്നെ ഞെട്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എന്തെങ്കിലും വടയോ പരിപ്പ് വടയോ അങ്ങനെ പഴംപൊരിയൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു, ഓയിൽ ഫ്രൈഡ് ആയിട്ടുള്ള. പക്ഷേ നേരെ തിരിച്ച് നല്ലൊരു ഇലയുടെ സാധാരണ ഇതുപോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു സ്നാക്സ് ഒന്നും അധികം കമേഴ്ഷ്യലായിട്ടുള്ള ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷനിലും കാര്യങ്ങളിലൊന്നും ആരും നൽകുന്ന ഒരു സംഭവമല്ല. പക്ഷേ ഇലയുടെ ട്രെയിനിലിരുന്ന് കഴിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീലായിരുന്നു. ഈ നല്ലൊരു കാഴ്ചയും കാര്യങ്ങളെല്ലാം കണ്ട് വളരെ ഒരു വൃത്തിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഫീല് തന്നെയായിരുന്നു. ഒരു 3 മണിക്കൂർ, ഏകദേശം ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ എറണാകുളം എത്തി. അതായത് വളരെ കുറച്ച് സ്റ്റോപ്സേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണൂരിൽ നിന്ന് നേരെ കോഴിക്കോട് ഡയറക്റ്റ്, അതിനുശേഷം ഷൊർണൂർ, തൃശ്ശൂർ, പിന്നെ എറണാകുളം. എനിക്ക് ആകെപ്പാടെ കൊടുക്കാൻ നൽകുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വടകര ഒരു സ്റ്റോപ്പിൻ്റെ ആവശ്യം വളരെ അർജൻറ്റായിട്ട് വേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വടകര കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും മിഡിലായിട്ട് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കണ്ണൂരിലുള്ള ഒരാൾക്ക് നേരെ വടകരയിലേക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വടകര എന്തായാലും ഒരു സ്റ്റേഷൻ വേണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും കമൻസ് ആയിട്ട് ഇടും. അതുപോലെ എനിക്ക് ഈ ഒരു ട്രാവൽ, ഈ 1600 കൊടുത്തിട്ടുള്ള ട്രാവൽ വളരെ വൃത്തിയായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ 800 റുപ്പീസിൻ്റെ ടിക്കറ്റും ഞാൻ എടുത്തിട്ട് ഇന്ന് തിരിച്ചു വരുമ്പോൾ അതിലാണ് ഞാൻ വന്നത്, രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ തന്നെ ഇത് മുഴുവൻ കാണണം, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു റിവ്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ വെജും നോൺ വെജും കാര്യങ്ങളെല്ലാം ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതുപോലെ ട്രെയിനിൽ തന്നെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, എത്ര മിനിറ്റിൽ അവിടെ എത്തും, കിലോമീറ്റർ സ്പീഡ്, ഏതാണ് സ്റ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ തരുന്നുണ്ട്. ആ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പം തന്നെ വെള്ളം വേണമെങ്കിലോ അങ്ങനത്തെ എന്ത് ആവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരവിടെ സർവീസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും അവിടെ ഉണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് തോന്നി. സർവീസൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ച് നമ്മളെ കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിക്കായിരുന്നു. അപ്പോൾ 7 മണിക്ക് തന്നെ ഞാനവിടെ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെയിന് വളരെ കറക്റ്റ് സമയത്തിനാണ് അവിടെ എത്തുന്നത്. വളരെ കുറച്ച് സമയം എറണാകുളത്താണെങ്കിലും കണ്ണൂരിലാണെങ്കിലൊക്കെ നമ്മുടെ വന്ദേ ഭാരത് നിൽക്കുന്നുള്ളൂ. വളരെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ട്രെയിൻ അവിടുന്ന് പുറപ്പെടുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ രാവിലെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സ്നാക്സ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എറണാകുളം വരെ ട്രാവൽ ചെയ്തിട്ടും നമുക്ക് ഡിന്നറൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. 7:15 മറ്റേ എറണാകുളത്ത് എത്തിയതാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിലുള്ളതെന്ന് വെച്ചാൽ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. സത്യം പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സിൽ കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് തോന്നിയ ഒരു ഇഡ്ഡലിയും സാമ്പാറുമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴുള്ളൊരു അവസ്ഥ കൊണ്ട് തോന്നിയതല്ല.
നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ 800 രൂപയുടെ ടിക്കറ്റിൻ്റെ ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് വളരെ കുറവാണ്. തൊട്ടടുത്തിരിക്കുന്ന പാസഞ്ചേഴ്സുമായിട്ട് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം വളരെ നാരോ ആണ്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിൽ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ള ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എത്രയോ നല്ലത് തന്നെയാണ്. 800 റുപ്പീസിന് വെർത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ടൊരു ട്രാവൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യുക 1600 സംഭവം തന്നെയാണ്. അപ്പോൾ വളരെ ഒരു 4 മണിക്കൂറിനുള്ളിൽ കണ്ണൂരിലെത്തി. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.